ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ട് നെക്കിൻ്റെ കട്ടിങ്ങാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ഇത് ആക്ച്വലി ഒരു സ്ലീവ്ലെസ് ടോപ്പ് ആണെങ്കിലും നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ ടോപ്പിക്ക് ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. ബോട്ട് നെക്ക് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തു. എന്താണെന്നറിയോ, ബോട്ട് നെക്ക് എന്തുകൊണ്ടാണ് ഫ്രണ്ട് നെക്ക് ലൂസ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. അതാകുമ്പോൾ കുറച്ച് ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ ക്ലോത്തിനെ 4 ആക്കി മടക്കി വെക്കുക. അതിനുശേഷം ഞാനൊരു ബേസിക് ബോഡി പാറ്റേൺ എൻ്റേത് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും നിങ്ങളുടേത് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി ചെന്ന് കാണുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് വരുന്ന പോലെയുള്ളൊരു മോഡലാണ് എടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ പാറ്റേൺ ഷോൾഡർ സ്ലോപ്പ് ഉള്ളതാണ്. അപ്പം ബോട്ട് നെക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, കാര്യം നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കുമെങ്കിലും ഷോൾഡർ വിട്ട്, അതായത് ആ തയ്ച്ച് വരുമ്പോൾ ഷോൾഡറിൻ്റെ ആ വീതി ഉണ്ടല്ലോ, അത് ഭയങ്കര ചെറുതായിരിക്കുമല്ലോ. ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ അല്ലേ മാക്സിമം വരുവുള്ളൂ. പിന്നെ ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 3 ഇഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ കഴുത്തിറക്കം വെക്കുന്നുണ്ടാവുക. അപ്പം അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്ലോപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരുപോലെ ആയിരിക്കും. കാരണം വിട്ട്, ഷോൾഡറിൻ്റെ വിട്ട് ഭയങ്കര കുറവാണ്, 2 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഷോൾഡറിൽ സ്ലോപ്പ് അധികം അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ സ്ലോപ്പ് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നവും ഇല്ല. ഇതിപ്പോൾ ഞാൻ സ്ലോപ്പോടെ മാർക്ക് ചെയ്യുവാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ ഔട്ട്കം ആദ്യമേ കണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. ഇനി സ്ലോപ്പ് ഇല്ലെങ്കിൽ പോലും ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ബോഡി പാറ്റേൺ ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പലവിധമായ പാറ്റേണിൽ അത് പ്രയോജനപ്പെടും. ഇതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് സ്ലോപ്പ് ഇല്ലാത്ത പാറ്റേണിലും ഒക്കെ നമുക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു ബിറ്റ് ക്ലോത്ത് ആയിരുന്നേ. അപ്പോൾ ഇതിനധികം തുണിയൊന്നുമില്ല. ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ലീവിന് ക്ലോത്ത് തികഞ്ഞില്ല. ഞാൻ ആദ്യം ഓർത്തൊരു ഷോർട്ട് ടോപ്പ് പോലെ ചെയ്താലോ എന്ന്, പിന്നെ ഓർത്ത് വേണ്ട, ഇതുപോലെ മതിയെന്ന്. എൻ്റെ കയ്യിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടായിരുന്നേ. അപ്പോൾ തൊട്ടേ ഞാൻ ആഗ്രഹിക്കും ഇതുപോലെ വലുതൊരെണ്ണം കൂടെ വേണമെന്ന്. കാരണം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നല്ല യൂസ്ഫുൾ ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെയും തടിയുടെ ഒക്കെ മിക്കവാറും പിള്ളേരുടെ കൈ പെട്ട് കഴിയുമ്പോൾ അറ്റവും മൂലമൊന്നും കാണത്തില്ല. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മൾ ആ പാറ്റേൺ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതെന്നു വെച്ചാൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അളവും അതിൻ്റെ ഇതൊന്നും അത്ര ഇതായിട്ട് പറയാത്തത്. ഞാൻ പറഞ്ഞല്ലോ സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെന്ന്. പക്ഷെ സ്ലീവ്ലെസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് സ്ലീവ്ലെസ്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് ആം ഹോളിൻ്റെ അവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കിയാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനും വരും. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയാത്തത്. അപ്പം നമ്മൾ ബേസിക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പം ഫ്രണ്ടിലെ പീസിൽ കുഴിച്ച് വെട്ടരുത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടത് വെട്ടാം. ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഷോൾഡർ വിഡ്ത്തൊക്കെ ഒന്ന് കാണിച്ചു തരുവാണേ. ഓക്കെ, ഇനിയാണ് നമ്മൾ ബോട്ട് നെക്കിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കുക. ബാക്ക് നെക്കിലേക്ക് ഞാൻ കൊടുക്കുന്ന വൈഡ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണേ. എന്നിട്ടൊരു 3/4 ഇഞ്ച് നമ്മുടെ മാർജിൻ ഉണ്ടല്ലോ അതും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബാക്ക് പീസിൽ ബാക്ക് എന്നുള്ളത് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രണ്ടും ബാക്കും ലെങ്ത് ഞാൻ ഒരുപോലെയാണ് എടുക്കുന്നത്. 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ 2.5 ഇഞ്ചും 2 സൈഡിലുമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാർജിനായിട്ട് ഒരു 3/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് അവിടെയും കൂടെ ഒരു മാർക്കിങ് എടുക്കുക. ഇനി നമ്മളതൊരു ബോക്സ് ആക്കുക. അതായത് 5.5 നമ്മൾ മേളിൽ കൊടുത്തല്ലോ, അത് താഴേക്ക് കൂടെ നീട്ടി വരച്ച് അതൊരു ബോക്സ് ആക്കി എടുക്കുക. ഇനിയുണ്ടല്ലോ, ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് ആ ആം ഹോൾ റൗണ്ട് സ്കെയിൽ ഉണ്ടല്ലോ, ഫ്രഞ്ച് കർവ് സ്കെയിൽ, ഇതുണ്ടെങ്കിൽ തന്നെ ഈസിയാണ്. എന്നാലും എന്താ ഇതേപോലൊരു ചെരിച്ചൊരു ലൈൻ എടുക്കുവാണെങ്കിൽ നമുക്കിതാ ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റും. ബോട്ട് നെക്ക് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, പലർക്കും പല ഷേപ്പാണ് ഇഷ്ടം. ബോട്ട് നെക്കിൽ തന്നെ പല ഷേപ്പാണ് ഇഷ്ടം. പണ്ട് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്.
കണ്ണ് പോലെ വരണമെന്ന്, കണ്ണ് പോലെ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത് ശരി, അങ്ങനെയൊക്കെ ഷേപ്പുണ്ടോ? അപ്പം നമുക്ക് ആ ഫ്രഞ്ച് കർവ് സ്കെയിലില്ലേ, അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതനുസരിച്ച് ഇതിന് പല പല ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എക്സസ് ആയിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒരു 1/4 ഇഞ്ച് സ്പേസ് വിട്ട് നമ്മൾ മാർജിൻ എടുത്തല്ലോ, അത് ആദ്യമേ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ മാർക്കിംഗ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ മേളിലത്തെ ഒരു ബ്രിഡ്ജ് പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റല്. ഈ ഒരു കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മാർക്കിങ് ചെയ്തിരിക്കുന്ന തയ്യൽ തുമ്പായിട്ടുള്ള 1/2 ഇഞ്ച് മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുതെന്നുള്ളത്. എപ്പോഴും അവിടെ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ട് വേണം, ബാക്കിയുള്ള ഭാഗം വേണം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് അയൺ ചെയ്യുന്ന സമയത്താണ് ഹെൽപ്പ് ആവുന്നത്. അപ്പം നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ വൈഡ് കൊടുത്തത് 5.5 ഇഞ്ചല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടും എടുക്കുക. ഫ്രണ്ട് എടുക്കുമ്പോൾ 5 ഇഞ്ച് എടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് നെക്കായിരിക്കണം വൈഡ് കൂടുതൽ, ഫ്രണ്ട് നെക്ക് വൈഡ് കുറവായിരിക്കണം. അപ്പം ക്യാൻവാസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അതായത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക ക്ലോത്തിലേക്ക്. നമ്മൾ സെൻറ്ററിലായിട്ടൊരു നോച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ 5.5 ഇഞ്ചാണല്ലോ ബാക്കിലേക്ക് വൈഡ് പിടിച്ചത്. ഈ വൈഡ് നമ്മൾ മെയിൻ പീസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേറൊന്നുമല്ല, ഞാൻ ഷോൾഡറിൽ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതേ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ല നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുള്ളത്. 1/2 ഇഞ്ച് മാത്രമേ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വലായിട്ട് രണ്ട് സൈഡിലും ആ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വൈഡ് വരുന്നിടത്ത് നമ്മുടെ ഇത് കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സെൻറ്റർ ടു സെൻറ്ററും വൈഡും രണ്ട് വശവും മാച്ചിങ് ആയാൽ മാത്രം മതി. എന്നിട്ടൊരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ സ്ലോപ്പ് കൊടുത്തില്ലായിരുന്നെന്ന് വെച്ചോ, കറക്റ്റ് എവിടെയാണോ സെൻറ്റർ ടു സെൻറ്റർ, ഇപ്പോൾ കണ്ടില്ലേ ഒരു ബൾജിങ് മുകളിലായിട്ട് എക്സ്ട്രാ നിൽക്കുന്നത്, അത് ആ സ്ലോപ്പിൻ്റെ ഭാഗമാണ് വരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. പ്രശ്നം എന്നല്ല, ഇങ്ങനെ വെക്കാനൊരു ബുദ്ധിമുട്ടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേനും സെൻറ്റർ ടു സെൻറ്ററും വൈഡും തമ്മിൽ മാച്ചാക്കി വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചൊക്കെ സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം നമ്മളിതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ത്രെഡിലൊന്നും തട്ടാത്ത പോലെ, അതായത് നമ്മൾ തയ്ച്ച നൂലിലൊന്നും തട്ടാത്ത പോലെ, എന്നാൽ അതിന് തൊട്ടടുത്തായിട്ട് കട്ട് വീഴുന്ന പോലെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പം അളവെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ വൈഡ് വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പം ഒരെണ്ണം അളന്ന് നോക്കുമ്പോൾ 2 ഇഞ്ചാണെങ്കിൽ മറ്റത് 2.5 ആയിരിക്കും ഉള്ളത്. അപ്പം ബാക്ക് പീസ് നമ്മൾ താഴെ വെക്കുക, അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. നെക്ക് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, താഴത്തെ പീസ് വിട്ത് കുറവുണ്ട്, മേളത്തെ പീസ് വിട്ത് കൂടുതലാണ്. പക്ഷെ നമ്മളത് കാര്യമാക്കണ്ട. ഈ 1/2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തത്, ഞാൻ 1/2 ഇഞ്ചാണ് കൊടുത്തത്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ക്ലോസ് ചെയ്തിട്ട് ക്യാൻവാസ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ബാക്ക് നെക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണേ. എന്താണെന്ന് വെച്ചാൽ നെക്ക് നല്ല ആക്യുറേറ്റ് ആയിട്ട് മാച്ച് ആക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഷോൾഡറൊക്കെ എന്തായാലും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണേ. അപ്പം ഞാനിവിടെ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഷോൾഡറും തയ്ച്ചെടുക്കണേ. അപ്പം നെക്ക് മാത്രം നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ബാക്ക് പീസില്ലേ, അതൊരല്പം ലൂസായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഫ്രണ്ട് പീസ് ടൈറ്റനായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോൾ ഈ പ്രശ്നം വരത്തില്ല.
നമ്മൾ ചെയ്തേക്കുന്ന കാര്യം നമുക്കറിയാലോ. നമ്മൾ ഷോൾഡർ ഒരേപോലെയുള്ള ഷോൾഡറിനകത്ത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വൈഡ് കൊടുക്കുമ്പോഴത്തേനും വരുന്നൊരു കാര്യമാണത്. അപ്പോൾ ഫ്രണ്ടിലത്തെ നെക്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ അത് മാറും. ഇനി ചെയ്യേണ്ടത് എന്താ, ഫ്രണ്ട് നെക്ക് കണ്ടോ, ഫ്രണ്ട് നെക്കിലാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്നതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തെ വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സൈഡിൽ അത്രയും കയറി വരുന്നത് ഇഷ്ടമല്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ കുഴിച്ചെടുത്തിട്ടില്ല. പക്ഷേ ബോട്ട് നെക്കിൽ വരുമ്പോൾ ഫുൾ ഷോൾഡർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റ് ബേസ് ചെയ്തിട്ട് കുഴിച്ച് വെട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതല്ലാത്ത പക്ഷം സൈഡിൽ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ നിങ്ങൾ ബോഡിയിൽ നിന്ന് അക്രോസ് ഫ്രണ്ട് എടുത്തില്ലെങ്കിലും ഒരു 3/4 ഇഞ്ച് ഒക്കെ വെച്ചെങ്കിലും കുഴിച്ച് വെട്ടുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് നിൽക്കും. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ ഞാനിപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിലത്തെ തയ്യൽ തുമ്പ് മുകളിലേക്ക് കയറി വരാതിരിക്കാനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പായിട്ട് കൊടുത്തിരിക്കുന്ന അങ്ങോട്ടേക്ക് ഞാൻ ചെരിച്ച് വെച്ചൊരു കട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന മോഡലിലാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ രസമായിരിക്കും കേട്ടോ. അപ്പോൾ പക്കായിട്ട് സ്ലീവ്ലെസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വെച്ചൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോട്ട് നെക്ക് മാത്രം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നെക്കിൻ്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ റെഗുലർ ആയിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ, സ്ലീവ് ഉണ്ടെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക, ബോഡി സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യുക. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബോട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഫ്രണ്ട് നെക്ക് ലൂസ് ആണെന്ന് തോന്നുമ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.